വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾക്ക് അമ്പലത്തിൽ പോവാൻ ഒരുങ്ങിയിട്ട് വരാട്ടോ. ഗൈസ്, അപ്പോൾ അതേ രാവിലെ പുട്ടും കടലയും കഴിച്ചു കേട്ടോ. കാരണം തലേന്ന് മൈലാഞ്ചി ഇടിയിലും അതും ഇതും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അതേ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ഹൽദി ഫങ്ഷൻസ്. അപ്പോൾ അമ്പലത്തിൽ പോവുകയാണ്. അപ്പം വൈകിട്ട് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാതെ പോകാൻ പറ്റില്ല. കാരണം 5 അമ്പലത്തിൽ പോകണം. അത് ആൻറ്റിയുടെ നിർബന്ധമായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്നതാണ് എൻ്റെ ആൻറ്റി. ഇതെൻ്റെ കൊച്ചച്ഛനും പിന്നെ പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു രാജപദവിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു 3 ദിവസം കിട്ടിയത്. കാരണം ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരുത്തി കൊണ്ടുപോകുന്നു, വെയിൽ കൊള്ളിക്കത്തില്ല, അങ്ങനെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ആദ്യം ഞങ്ങൾ മുരുകൻ്റെ അമ്പലത്തിൽ പോയി. അതിനുശേഷം കല്യാണം നടക്കുന്ന കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി. എന്താണോ എനിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം താണ്ട ഉമാമേശ്വരി ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ അങ്ങനെ 3 അമ്പലത്തിൽ, അന്ന് ആക്ച്വലി ഒരു 5 അമ്പലത്തിൽ പോയി കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വീട്ടിൽ കുറേ പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് പിന്നെ വന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അമ്പലങ്ങൾ കവർ ചെയ്തത്. അപ്പോൾ പോയപ്പോൾ ഓടി കയറിയതാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ. പിന്നെ ഞാൻ നമ്മുടെ ഒരു ദേവിയുടെ അമ്പലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയും കയറിയിട്ടാണ് നേരെ വീട്ടിൽ പോയിട്ടുള്ളത്. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനിയത്തി ഇരുന്ന് ഭയങ്കര തേങ്ങാ ചിരണ്ടലാണ് ഗൈസ്. അവിടെ വീട്ടിൽ ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ മാമനാണ് കേട്ടോ. രാവിലെ ഭയങ്കര പരിപാടി, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ബഹളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി വന്നു. അമ്മു വ്ളോഗിലായിട്ട് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ. അമ്മ വ്ളോഗിലൊരു ഹായ് വിടമ്മ. അമ്മ 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 വ്ളോഗിലൊരു ഹായ് വിട്. ഒരു ഹായ് വിട്. അപ്പോൾ വേണ്ട നമുക്ക് ഒരു അമ്പലം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയാനില്ല, ആ അമ്പലത്തിൽ നമ്മളെപ്പോഴും പോകാറുള്ള ഞങ്ങളുടെ മാവൻ്റെ അമ്പലം എന്നാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതേ അവിടുത്തെ അമ്പലത്തിൽ പോയി നമ്മൾ തൊഴുതു. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഡേ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് സന്തോഷമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് വിഷമമാണ്. അയ്യോ, ആ ഒരു സമയം കഴിഞ്ഞു പോയല്ലോ, കഴിഞ്ഞ മാസം അല്ലെ ഈ മാസം കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ഈ തൊണ്ട വേനയാണ് കുത്തിവെക്കാൻ പോകാനെ. എന്നിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോവും. കച്ചരട്ട അപ്പോൾ പോവാം. അപ്പോൾ ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. എനിക്ക് സൗണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഹൽദിയും കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് ഫുള്ള് പോയി കേട്ടോ. കാരണം പനിയായിരുന്നു, ഓഫീസിൽ പോകുന്നായിരുന്നു, ലീവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെ കണ്ണനെ കാണാൻ ചിരിപ്പൂട് വാങ്ങാനുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ് ഞങ്ങൾ. ചെരുപ്പ് എടുക്കുകയാണ്. ആൾക്കും എടുക്കണമായിരുന്നു, എനിക്കും എടുക്കണമായിരുന്നു. അപ്പോൾ ഇനി മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ ഞാൻ ഓടി വരാം കേട്ടോ. അപ്പോഴത്തേക്കും ടാറ്റാ ബൈ.